നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഹാപ്പനിങ് അവേഴ്സ് തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു നല്ലൊരു വാർത്താ ദിനമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും പരിശോധിക്കണം വളരെ വിശദമായി. ആദ്യം നോക്കാം തലക്കെട്ട്. കേരളത്തിൽ കനത്ത മഴ. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴ 2 ദിവസം കൂടി തുടരുമെന്ന മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം നാളെ രൂപപ്പെടും. വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. കണ്ണൂരിൽ കാർ വെള്ളത്തിൽ മുങ്ങി. അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞ അപകടം. വയനാട്ടിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാതയുടെ നിരവധി ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ. മുട്ടിലിൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 1 വയസ്സ്. 1ാം ചരമവാർഷിക ആചരണം വിപുലമായ അനുസ്മരണ ചടങ്ങുകളോടെ. പുതുപ്പള്ളിപ്പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അടുത്ത മാസം 26 വരെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടികൾ. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം മണിപ്പാൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെ. തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനും ആദ്യ ഡയറക്ടറുമായിരുന്നു. വിടവാങ്ങിയത് രാജ്യം പത്മവിഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ച വ്യക്തിത്വം. ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ലിന് അനുമതിയില്ലെന്ന് രാഷ്ട്രപതി. തീരുമാനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബില്ലിനും ബാധകം. രാഷ്ട്രപതിയുടെ തീരുമാനം പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബിൽ തള്ളിക്കൊണ്ട്. ആമേരഞ്ചാൻതോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന്. റെയിൽവേ സ്റ്റേഷനടിയിലൂടെ പോകുന്ന ഭാഗത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടിയെടുക്കും. വിവിധ വകുപ്പ് മന്ത്രിമാരും MLA-മാരും തിരുവനന്തപുരം മേയറും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കും. നീറ്റ് UGയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. കോടതിയിലുള്ളത് 40-ലധികം ഹർജികൾ. ആലുവയിൽ 3 പെൺകുട്ടികളെ കാണാതായെന്ന് പരാതി. 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെ കാണാതായത് ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന്. സംഭവം ഇന്ന് പുലർച്ചെ 4:30-യോടെ. കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. സുധാകരനെതിരെ വിമർശനവുമായി VD സതീശൻ. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമെന്ന് സതീശൻ. പലതും പുറത്തു പറയാൻ പറ്റില്ലെന്നും വിമർശനം. സതീശന്റെ വിമർശനം KPCC നേതൃക്യാമ്പിനിടെ. കർണാടകയിൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിൽ. അങ്കോള താലൂക്കിലെ ശിരൂരിന് സമീപം 4 പേർ മരണപ്പെട്ടു. 3 പേരെ കാണാതായെന്നും റിപ്പോർട്ട്. ജൂലൈ 20 വരെ തെക്കൻ കർണാടകയിൽ ഓറഞ്ച് അലർട്ട്.
സ്കൈറേജ് തട്ടിപ്പ് കേസിൽ KD പ്രതാപൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡിജിറ്റൽ കറൻസി തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രതാപനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതാപന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. ജമ്മുവിൽ വീണ്ടും സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. സൈന്യം ഭീകരരെ നേരിടുന്നത് ദോഡയിലെ കാസ്തിഗഡിൽ. പുതിയ ഏറ്റുമുട്ടൽ. ജമ്മുവിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച ഭീകരാക്രമണത്തിന് പിന്നാലെ. കന്നഡ സംവരണ ബിൽ മരവിപ്പിച്ച സംസ്ഥാന സർക്കാർ. തീരുമാനം വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ മരവിപ്പിച്ചത് 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളും കന്നഡിഗരെ നിയമിക്കണമെന്ന ബില്ല്. കൂടിയാലോചനയ്ക്കു ശേഷം അന്തിമ തീരുമാനമെന്ന് സർക്കാർ. US പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ മത്സര രംഗത്തു നിന്നും പിന്മാറുന്ന കാര്യം ആലോചിക്കുമെന്ന സൂചന നൽകി ജോ ബൈഡൻ. പ്രതികരണം ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെയുള്ള വിമർശനങ്ങൾക്കിടയിൽ ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് മത്സര രംഗത്തു നിന്നും മാറണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സമ്മർദ്ദമേറുമ്പോൾ. ഛത്തീസ്ഗഡിൽ സ്ഫോടനത്തിൽ 2 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്ക്. സ്ഫോടനം ബിജാപൂരിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ. വനിതാ ഏഷ്യ കപ്പിനൊരുങ്ങി ഇന്ത്യ. നാളെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ എതിരാളികൾ. ഇന്ത്യ ലക്ഷ്യമിടുന്നത് 8ാം കിരീടം. വിജയാഘോഷത്തിനിടെ അർജന്റീന ടീം വംശീയാധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച ഫിഫ. ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല എന്ന് ഫിഫ. നടപടി ഫ്രാൻസ് ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയ പരാതിക്ക് പിന്നാലെ.